നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫുള്ള് ചന്തയാണ്. കണ്ട ലെഫ്റ്റിലും റൈറ്റിലും എല്ലായിടത്തും ചന്തയുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല അട്രാക്ഷനാണ്. ഇത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഭാഗമാണ്. ഇവിടെ കുറച്ച് സൈഡിലാണ് ചന്തയിൽ. നമ്മൾ നടന്നിട്ട് വരികയാണെങ്കിൽ അവിടെ ഒരുപാട് ചന്തകളുടെ നടുക്കേ കൂടിയാണ് നടന്നിട്ട് നമ്മൾ വരേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നേ തുടങ്ങും. അപ്പം വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പം ഒരു ചെറിയ ഭാഗം നമുക്ക് അധികം നടക്കാനില്ല. മുത്തപ്പനെ കാണാൻ വരുമ്പം നമ്മൾ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ചന്ത തന്നെയാണ്. അങ്ങ് നിങ്ങത്തോളം നമ്മൾ അത് കണ്ടുകൊണ്ട് നടക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കാറ് പാർക്ക് ചെയ്തിട്ട് വരുന്ന സ്ഥലം. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം കാണുന്നില്ലേ, ഇപ്പം റൈറ്റ് സൈഡിൽ അതാണ് നമ്മൾ നടന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഭാഗം. അത് എത്തിയിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് നേരെ പറശ്ശിനിക്കടവ് മുത്തപ്പ സന്നിധിയിലേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ എത്തിയപാട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചായ കുടിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ചോറൂണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. ആ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു മണ്ഡപം, പിന്നെ വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ മുത്തപ്പ സന്നിധിയിൽ, ഇതാണ് മടപ്പുര. ഇവിടെ എത്തി. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോയും വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. കണ്ടോ, നമ്മളെ പറശ്ശിനിക്കടവിലെ പുഴയും. പുഴയിലിപ്പം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ബോട്ട് സർവീസ് ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. ഇപ്പം ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളും വലിയ വലിയ ബോട്ടുകളും എല്ലാം ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ബോട്ടുകൾ, ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഊട്ടുപുര. ഭക്ഷണം ഫ്രീ ആണ്. എത്രയാൾക്കും ഭക്ഷണം കൊടുക്കും ഇവിടെ. ആ കാണുന്നതാണ് പറശ്ശിനി പാലം. മയിലേക്കെല്ലാം പോകുന്ന റൂട്ടാണത്. മുകളിൽ നമ്മൾ റോഡ് വന്നേരം കണ്ടില്ലേ, അതുവഴിയാണ് പോകുന്നത്. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ശരിക്ക് പറശ്ശിനി മുത്തപ്പനെയും കാണാം. മുത്തപ്പൻ്റെ അടുത്തുള്ള പുഴയിലെ ബോട്ട് സവാരിയും നടത്താം. അപ്പം വരുന്ന ഭക്തന്മാരെല്ലാം ഇപ്പം ബോട്ടിൽ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വിചാരിച്ചാൽ അങ്ങനെ ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു ബോട്ടിൽ. നല്ല രസമല്ലേ ഇത്രയും വലിയ പുഴയിലെ കൂടി ഒരു ബോട്ട് സവാരിയും. ആ ബോട്ടിൽ നിന്ന് നമുക്ക് നോക്കിയാൽ പറശ്ശിനിക്കടവിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഒരു നല്ല ഒരു വ്യൂവും കിട്ടും. അതുകൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് പറശ്ശിനിക്കടവിൻ്റെ പരിസരങ്ങളെല്ലാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്പലത്തിലും പോകാം, നമ്മൾ ബോട്ടിലും പോകാം. കുറേ നേരം അവിടെ ഇരിക്കാനൊക്കെ പുതിയതായിട്ട് ആക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നമ്മൾക്ക് എൻജോയ് ചെയ്യാം.
ഇവിടെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ ബോട്ടും വരുന്നുണ്ട് ഇവിടെ. ഇവിടുന്ന് മാട്ടൂല് അങ്ങനെല്ലാം വരുന്ന വളപട്ടണമൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള നോർമൽ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അത് കൂടാണ്ട് ടൂറിസത്തിൻ്റെ ബോട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഒരുപാട് വലിയ ബോട്ട്, ഒരുപാട് ആൾക്കാരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ വലിയ വലിയ ബോട്ടുകളും അതേപോലെ തന്നെ സ്പീഡ് ബോട്ടുകളും പിന്നെ ചെറിയ ബോട്ടും എല്ലാം തരത്തിലുള്ള ബോട്ടുകളും ഇവിടെയുണ്ട്. ശരിക്കും ആൾക്കാരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിൽ പണ്ടൊക്കെ നമ്മൾ വരുമ്പോഴേ പറശ്ശിനിക്കടവിൽ വരുമ്പോൾ ഇതെന്ത് ബോട്ടാണെന്ന് അറിയില്ല, പക്ഷേങ്കിൽ റെസ്ക്യൂ ബോട്ടാണെന്തോ ഒരു വേറെ തന്നെ ടൈപ്പ് ബോട്ട് അതെല്ലാം തോന്നുന്നു ആൾക്കാർ കയറുന്നതായിരിക്കണം. അത് പോകുന്ന കണ്ടില്ല, അത് ഞാൻ നിർത്തിയിട്ടിട്ട് കണ്ടു. കാണാനൊരു വേറെ തന്നെ ഒരു സ്പോർട്സ് ഇതൊക്കെ പോലെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണ പറശ്ശിനിക്കടവിൽ വരുമ്പം സ്നേക്ക് പാർക്ക് പോകുന്നു, പറശ്ശിനിക്കടവിൽ വരുന്നു, തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ വരുന്ന സമയത്ത്. ഇപ്പം അതൊക്കെ മാറിയിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ ഒരുപാടായി. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വേണ്ടത്. ശരിക്കും ടൂറിസം ഡെവലപ്മെൻറ്റ് ആകുമ്പോഴേ ആൾക്കാർ അമ്പലത്തിൽ വരൽ മാത്രമല്ലല്ലോ, അമ്പലം വരുന്നു, അതുകൂടാണ്ട് അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ പിന്നെ സർവീസും കൂടി ഉണ്ടെന്ന് വരുമ്പോഴേ അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പിന്നെയും വരാനും കുറച്ച് കാലം കഴിയുമ്പം ഇതേപോലെ ഒരുപാട് സംഗതികൾ നമുക്ക് കൂടുതൽ എൻജോയ്മെൻ്റ് അല്ലേ കിട്ടുന്നത്. അപ്പം അങ്ങനെയും കൂടി വരുമ്പോഴേ ശരിക്ക് അമ്പലത്തിൻ്റെ കൂടെ ടൂറിസം ഡെവലപ്മെൻറ്റും എല്ലാം കൂടി ആകുമ്പോൾ ആൾക്കാർ ഒരുപാട് വരും. ഇനിയും അവരെ പറഞ്ഞിട്ടും ഇതേപോലെ വീഡിയോ ഒക്കെ കണ്ടിട്ടും എല്ലാം ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അതൊരു നല്ല കാര്യം. ഏതായാലും ബോട്ട് സർവീസ് നല്ല സൂപ്പറായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിനെക്കാട്ടിയും ഒരുപാട് പുതിയ ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ആൾക്കാർ ക്യൂ നിന്ന് അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ആ പാലത്തിൻ്റെ അടിയിലേക്കൂടെയുള്ള യാത്ര സൂപ്പറായിരിക്കും. നമ്മൾ കയറിയില്ല, എന്താ വെച്ചാൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു കല്യാണത്തിൻ്റെ ഇതിന് പോകാനുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് ഇപ്രാവശ്യം കയറിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പം ഈ ബോട്ട് ജേണി മാത്രം ഒരു ഫോക്കസ് ചെയ്തിട്ടൊന്ന് വരണം, ഒന്ന് കാണണം ബോട്ടിലേക്കൂടെ. ഏതായാലും അടിപൊളി, ബോട്ട് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ മുത്തപ്പ ദർശനം കഴിഞ്ഞവർക്കൊക്കെ ചായയും പയറും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഉച്ചക്ക് വരികയാണെങ്കിൽ ഉച്ചക്ക് സമയത്ത് ലഞ്ചും ഉണ്ട്, അതും അമ്പലത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതൊരു ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ മുത്തപ്പ ദർശനം ബോട്ട് സവാരിയൊക്കെ കണ്ട് തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും സമയം കുറച്ച് ഇരുടായി. കംപ്ലീറ്റ് ചന്തയിലൊക്കെ ലൈറ്റൊക്കെ കത്തുമ്പം അത് വേറെ തന്നെ ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. രാത്രി ഒരു വേറെ തന്നെ വ്യൂ ആണ്. എന്തായിടത്തും ആ ലൈറ്റപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ രസമാണ് നമുക്ക് കാണാൻ. അങ്ങനെ ചന്തയിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോവാണ്.
അങ്ങനെ നമ്മളെ പറശ്ശിനി ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിനി ഇവിടുന്ന് നേരെ ഒരു നാളെ പറഞ്ഞില്ല ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിൻ്റെ തലേന്നാണ്. അപ്പം ഇവിടെ ഹൽദി സെലിബ്രേഷനൊക്കെ ഭയങ്കര ഗ്രാൻഡാണെന്നാണ് കേട്ടേ നാട്ടിൽ. ഇപ്പം പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഉണ്ട് ഇന്ന്, അവിടെയും പോകണം. അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും.